ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലേഔട്ട് എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് തന്നെ വരിക, ഇല്ലെങ്കിൽ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലേ പറയുന്നുള്ളത്, അപ്പോൾ അത് മനസ്സിലാവാതെ വരും. അപ്പോൾ ലേഔട്ട് ഓഫ് അബറ്റോയർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അബറ്റോയർ എന്താണെന്നും അതിൻ്റെ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിൻ്റെ ലേഔട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ പ്ലാനൊക്കെ വരക്കൂലേ, അതായത് ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ എന്താണ് നമ്മൾ പറയുക, എന്തായാലും പറയാം, നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് അല്ലേ, പിന്നെ ഒരു ഹാള് വരും, ഇവിടെ കിച്ചൺ വരും, ഇവിടെ ഒരു ബെഡ്റൂം വരും, അങ്ങനെ നമ്മളൊരു ലേ ഔട്ട് ചെയ്യാറില്ലേ, ഓരോ പ്ലാൻ ചെയ്യാറില്ലേ വീടിൻ്റെ, അതുപോലെ തന്നെയാണ് ഏത് വരുന്നുള്ളത്, നമ്മുടെ ഈ അബറ്റോയറിൻ്റെയും ലേ ഔട്ട് വരുന്നുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പ്രാവശ്യം ആനിമൽസിനെ ഗ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആനിമൽസിനെ ഗ്രോ ചെയ്യുന്നതല്ല കേട്ടോ, നമ്മൾ ഫാമിൽ നിന്ന് അബറ്റോയർ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ സ്ലോട്ടറിങ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിൽ നിന്ന് നമ്മളതിനെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ നമ്മളൊരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നമ്മൾ അതിനവിടെ വെക്കും അല്ലേ, അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അതിനെ നമ്മളെന്താണ് സ്ലോട്ടറിങ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡാണ് കേട്ടോ, അല്ലാണ്ട് അവിടെ നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല. ഓക്കെ, ആനിമൽസിന് അവിടെ ഗ്രോ ചെയ്യില്ല കേട്ടോ, അത് ഫാമിലാണ് ഗ്രോ ചെയ്യുക. നമ്മൾ സ്ലോട്ടറിങ് ആണ് ഈ അബറ്റോയറിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലേഔട്ടിലോട്ട് വരുമ്പോൾ ആദ്യം എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവിടെയും ഏതൊരു സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ വീടുകളിലാകുമ്പോൾ നമുക്ക് റിസപ്ഷനൊന്നും ഉണ്ടാവില്ല, അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ബിസിനസ് സ്ഥാപനം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു റിസപ്ഷൻ ഉണ്ടാവും അല്ലേ. ആ റിസപ്ഷൻ കഴിഞ്ഞിട്ട് എന്ത് വരും, റെസ്റ്റിംഗ് വരും. എന്തുവരും, റിസപ്ഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റിംഗ് ഏരിയ വരും. ആ റെസ്റ്റിംഗ് ഏരിയയിൽ നിന്ന് ഐസൊലേഷൻ, അതായത് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ളവരൊക്കെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് മാറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് സ്റ്റണ്ണിങ് എന്ന് പറയും. എന്താണ് സ്റ്റണ്ണിങ് എന്ന് പറയും. സ്റ്റണ്ണിങ് കഴിഞ്ഞിട്ടാണ് ബ്ലീഡിങ്. സ്റ്റണ്ണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ, ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു ലേ ഔട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഹാങ്ങിങ് മീറ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ എന്ന് പറയാം. നമ്മൾ മീറ്റിനെ ഹാങ് ചെയ്ത് വെക്കും, എന്തിനു വേണ്ടിയിട്ട്, ഇൻസ്പെക്ഷന്. ഇവിടെ എന്താണ് കോൾഡ് ചെയിൻ, അതായത് റെഫ്രിജറേഷൻ. ഇവിടെയാണ് ഡിസ്പാച്ച് വരുന്നത്. എന്താണ് ഡിസ്പാച്ച് ഔട്ട്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ആദ്യം റിസപ്ഷൻ വരുന്നു, റിസപ്ഷൻ കഴിഞ്ഞിട്ട് ആനിമൽസിൻ്റെ റെസ്റ്റിംഗ് റൂം, പിന്നെ അതിന് ചില പ്രോസസ്സസ് ആണ് കേട്ടോ, സ്റ്റണ്ണിങ്, ബ്ലീഡിങ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ മീറ്റിനെ മാത്രം നമ്മൾ കോൾഡ് ചെയിൻ റെഫ്രിജറേറ്റ് ചെയ്യും, എന്നിട്ട് ഡിസ്പാച്ചാണ് ഔട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ എന്താണ് പറഞ്ഞത്, ഐസൊലേറ്റ് ചെയ്തില്ലേ, അതായത് നമ്മൾ റിസപ്ഷനിൽ കൊണ്ടുവന്ന് റെസ്റ്റിംഗിൽ വെച്ച് എന്തെങ്കിലും അസുഖം, അതായത് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അതായത് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും, അതായത് നമുക്ക് വേണ്ടാന്ന് വെക്കുന്ന ആനിമൽസിനാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. പിന്നെ ഈ റെസ്റ്റിങ്ങിൻ്റെ സമയത്തും അവർ എന്താണ് മാന്യൂറൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, നമുക്കറിയാം. ആനിമൽസിനെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മാന്യൂറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യും. ഈ വേസ്റ്റൊക്കെ പോകുന്നത് എങ്ങോട്ടാണ്, മാന്യൂറിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ സ്ലോട്ടറിങ്ങിൻ്റെ ടൈമിലും ഇവിടെ സ്റ്റണ്ണിങ്, സ്കിന്നിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സ്ലോട്ടറിങ്, ബ്ലീഡിങ്, ഇൻസ്പെക്ഷനൊക്കെ പറഞ്ഞില്ലേ, ഈ സമയത്തൊക്കെ എന്ത് കിട്ടും, വേസ്റ്റ് കിട്ടും. ആ വേസ്റ്റിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം. എന്ത് ബൈ പ്രൊഡക്ട്സ് കിട്ടിയാലും അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഏരിയ നമുക്ക് ഡിസ്പോസലിന് വേണ്ടിയിട്ടാണ്, ഇവിടെയാണ് എല്ലാ പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലായോ എന്നറിയില്ല, എല്ലാം നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ ആദ്യം നമുക്ക് റിസപ്ഷനിൽ തൊട്ട് തുടങ്ങാം. എന്താ പറഞ്ഞേ, ആദ്യം എന്ത് വരും, ഇപ്പോൾ ഏതൊരു വീടായാലും ഏതൊരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിലും എന്തൊരു സാധനം എടുത്താലും നമുക്ക് എന്താ അറിയാം, അവിടെ എന്തുണ്ട്, ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. റിസപ്ഷൻ ഏരിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും, റെസ്റ്റിംഗ് പെൻ എന്ന് വിളിക്കും കേട്ടോ, റെസ്റ്റിംഗ് പെൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ റിസപ്ഷൻ ഏരിയനെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ്, റെസ്റ്റിംഗ് പെൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റോക്ക് ആനിമൽസിനെ ഫാമിൽ നിന്ന് കൊണ്ടുവരുമല്ലോ, വെഹിക്കിൾസിലൊക്കെ കൊണ്ടുവരും. അവിടെ അത് കൊണ്ടുവരുന്നുള്ളത്, കളക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ റിസപ്ഷനിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് നടക്കുന്നതും അവിടെ വെച്ചിട്ടാണ്. ഓക്കെ, കളക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ഇൻ ലാർജ് നമ്പേഴ്സ് നടക്കുന്നത് ഈ റിസപ്ഷനിൽ വെച്ചിട്ടാണ്. പിന്നെ എന്താണ്, നമ്മൾ ഈ റിസപ്ഷൻ ഏരിയയിൽ വെച്ചിട്ട് തന്നെ വെറ്ററിനറി സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, അവരതിനൊന്ന് എക്സാമിൻ ചെയ്യും. എങ്ങനെയാണ്, അത് നല്ല ആനിമലാണോ അല്ലയോ എന്നൊക്കെ അവിടെ നിന്ന് എക്സാമിൻ ചെയ്യുന്നതും അവിടെ വെച്ചിട്ട് തന്നെയാണ്. ഇവിടെ വെച്ചിട്ട് റിസപ്ഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മളവിടെ കീപ്പ് ചെയ്യുന്നുള്ളത്. റിസപ്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വെറ്ററിനറി സ്റ്റാഫിനെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുള്ളത്. പിന്നെ അവിടെ ഒരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാവും. എന്താണ്, ഒരു റിസപ്ഷൻ ഏരിയയിൽ ഒരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാവും. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്, ആനിമൽസിനെ നമ്മൾ വളരെ ക്വയറ്റായിട്ടും ജെൻ്റലിയും ഹാൻഡിൽ ചെയ്യണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ സാധാരണ ഒരു റിസപ്ഷൻ ഏരിയ തന്നെ ഓർത്താൽ മതി. ആദ്യം റിസപ്ഷനാണ് വരിക. അവിടെ റെസ്റ്റിംഗ് പെൻ എന്നതിൻ്റെ മറ്റൊരു പേരാണ്. റെസ്റ്റിംഗ് പെൻ എന്നാണ് നമ്മൾ ഈ റിസപ്ഷൻ ഏരിയനെ വിളിക്കുന്ന മറ്റൊരു പേര്. റെസ്റ്റിംഗ് പെൻ മാറിപ്പോകരുത്. റെസ്റ്റിംഗ് ഏരിയ വേറെ വരാനുണ്ട്, പക്ഷേ അതിനെ വിളിക്കുന്നത് റെസ്റ്റിംഗ് പെൻ എന്നല്ല. റിസപ്ഷനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പെൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? കളക്ഷനും മാർക്കറ്റിങ്ങും, ലാർജ് നമ്പർ ഓഫ് ലൈഫ് സ്റ്റോക്സിൻ്റെ കളക്ഷനും മാർക്കറ്റിങ്ങും നടക്കുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന റെസ്റ്റിംഗ് പെൻ അല്ലെങ്കിൽ നമ്മുടെ റിസപ്ഷനിൽ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ വെറ്ററിനറി സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ ആനിമൽസിനെ ഇൻസ്പെക്ട് ചെയ്യുന്നുള്ളത്. എന്തെങ്കിലും അസുഖങ്ങളോ സിക്കാണോ അതോ അവർ ഹെൽത്തി ആയിട്ടുണ്ടോ എന്നൊക്കെ അവരുടെ നിന്ന് ഇൻസ്പെക്ട് ചെയ്യും. പിന്നെ ഡിസ്പ്ലേ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ആനിമൽസിനെ ജെന്റ്ലി അതുപോലെ തന്നെ ക്വയറ്റ്ലി ഹാൻഡിൽ ചെയ്യണമെന്ന് കൂടിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ റിസപ്ഷൻ ഏരിയനെ വിളിക്കുന്ന മറ്റൊരു പേര് ഓർമ്മയുണ്ടല്ലോ, റെസ്റ്റിംഗ് പെൻ എന്നാണ് വിളിക്കുന്നത്. അടുത്തതാണ് ലൈറേജ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റിംഗ് ഏരിയ ഏതാണ്? ലൈറേജ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജസ്റ്റ് ലൈറേജ്. ഈ ടേം എവിടെ കണ്ടാലും മനസ്സിലാക്കുക. നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് നേരെ പോകുന്നുള്ളത് എങ്ങോട്ടേക്കാണ്? ലൈറേജിലേക്കാണ്. ഇതാണ് ശരിക്കും എന്ത് പറയുന്നത്? റെസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പേര് ഹോൾഡിംഗ് പെൻ എന്നാണ്. അപ്പോൾ റെസ്റ്റിംഗ് പെൻ എന്ന് വെച്ചാൽ റിസപ്ഷൻ, ഹോൾഡിംഗ് പെൻ എന്ന് വെച്ചാൽ ലൈറേജ്. ലൈറേജ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെയാണ് നമ്മുടെ ആനിമൽസ് റെസ്റ്റ് എടുക്കുക അല്ലേ? സ്ലോട്ടറിങ്ങിന് മുമ്പായിട്ട്, അതായത് വന്നപാട് നമ്മൾ ആനിമൽസിന് സ്ലോട്ടറിങ്ങിന് കൊണ്ടുപോകില്ല. അപ്പോൾ അതിന് റെസ്റ്റ് എടുക്കണ്ടേ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളിതിനെ റെസ്റ്റ് എടുക്കുക. അപ്പോൾ റിസപ്ഷൻ കഴിഞ്ഞപാട് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ലൈറേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കവുണ്ട്, പിഗ് ഉണ്ട്, ഷീപ്പ് ഉണ്ട്, ഗോട്ട് ഉണ്ട് അല്ലേ? ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് നമ്മൾ സ്ലോട്ടറിങ്ങിന് വേണ്ടി കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ കവിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു റെസ്റ്റിംഗ് ഏരിയ വേണം, പിഗിന് സെപ്പറേറ്റ് ആയിട്ട് വേണം. പിന്നെ ഷീപ്പും ഗോട്ടും ഒന്നിച്ചിടുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഷീപ്പ് അല്ലെങ്കിൽ ഗോട്ട് നമുക്ക് ഒന്നിച്ചിടാം. അല്ലാണ്ട് ബാക്കിയുള്ള ഓരോന്നിനും സെപ്പറേറ്റ് ഏരിയാസാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. പിന്നെ എന്ത് വേണം? വാട്ടർ അല്ലേ? റെസ്റ്റിംഗ് ഏരിയയിൽ എന്താണ്? ആനിമൽസ് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അവർ ചിലപ്പോൾ മണിക്കൂറുകളോളം അവരെ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ അവർ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് വെള്ളം ആവശ്യം വരും അല്ലേ? വാട്ടറിങ് നമ്മൾ അതിനകത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ വാട്ടർ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും അവിടെ വാട്ടർ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഈ ലൈറേജിനകത്ത് എപ്പോഴും എന്താ അവൈലബിൾ ആയിരിക്കണം? വാട്ടർ അവൈലബിൾ ആയിരിക്കണം. പിന്നെ നമ്മൾ 12 മണിക്കൂറിൽ കൂടുതലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡും കൂടി കൊടുക്കണം കേട്ടോ. ഫുഡും കൂടി കൊടുക്കണം. അല്ല 12 മണിക്കൂറിൽ കുറവ് സമയമാണ് വെക്കുന്നതെങ്കിൽ നമ്മളത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഈ സ്ഥലത്ത്, ഈ ഏരിയയിൽ, റെസ്റ്റിംഗ് ഏരിയയിൽ നമ്മുടെ വർക്കിംഗ് സ്റ്റാഫിന് വേണ്ടിയിട്ട് എന്താണ്? വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ വാഷ്റൂമൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? കൗവിന് സെപ്പറേറ്റ് ഏരിയ വേണം, പിഗിന് വേണം, ഷീപ്പിനും ഗൂട്ടിനും സെപ്പറേറ്റ് ഏരിയ വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പിഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അവരെ കീപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഒരുപാട് പിഗ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവരവിടെ എന്താണ്? ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? ഒരുപാട് ആനിമൽസ് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ അവർ ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫൈറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു വാട്ടർ സ്പ്രേ ഉണ്ടാവും. എന്താണ്? ഈ പിഗിനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ, റെസ്റ്റിംഗ് ഏരിയയിൽ പിഗാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലൈറേജിനകത്ത് എന്തുണ്ടാവും? ഒരു വാട്ടർ സ്പ്രേ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഈ വാട്ടർ സ്പ്രേ വന്നു കഴിഞ്ഞാൽ ഈ പിഗ് കുറച്ച് തണുക്കുന്നതാണ് പറയുന്നത്. അതായത് അവരങ്ങനെ ഫൈറ്റിങ് കുറയുന്നതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടർ സ്പ്രേ അവിടെ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ എന്താണ്? അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനെ കുറിച്ച് പറയാനുള്ളത്. ലൈറേജ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലൈറേജിൻ്റെ മറ്റൊരു പേരാണ് എന്താന്ന് പറയുന്നത്? ഹോൾഡിംഗ് പെൻ എന്ന് പറയുന്നത്. റിസപ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ഈ ഹോൾഡിംഗ് പെന്നിലാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ആനിമൽസ് സ്ലോട്ടറിങ്ങിന് മുന്നേ റെസ്റ്റ് എടുക്കുന്നത്. ആ റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ കൊടുക്കണം അല്ലേ? പിന്നെ 12 മണിക്കൂറിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡും കൊടുക്കണം. പിന്നെ ഓരോ ആനിമൽസ്, നമ്മൾ കൗ എടുക്കുകയാണെങ്കിൽ, പിഗ് എടുക്കുകയാണെങ്കിൽ, ഷീപ്പ് ഗോട്ട് എടുക്കുകയാണെങ്കിൽ, ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെന്താണ്? അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയാസ് കൊടുക്കണം. അതിനകത്ത് ഷീപ്പിനെയും ഗോട്ടിനെയും നമുക്ക് ഒന്നിച്ചിടാം, പക്ഷേ പിഗിന് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം. പിന്നെ അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? ഫൈറ്റിംഗ് ഉണ്ടാവും. ആ ഫൈറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വാട്ടർ സ്പ്രിങ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ വാട്ടർ സ്പ്രേ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്? അവിടെ വർക്കേഴ്സിനൊക്കെ എന്ത് വേണം? നമ്മളിപ്പോൾ പറഞ്ഞ വർക്കേഴ്സിനൊക്കെ എന്ത് വേണം? എപ്പോഴും ഒരു വാഷിംഗ് ഏരിയയും വാഷ് ബേസിനൊക്കെ അവൈലബിൾ ആയിരിക്കണം വർക്കേഴ്സിന്. പിന്നെ വരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഐസൊലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് റിസപ്ഷൻ ഏരിയ നേരെ പോകുന്നത് റെസ്റ്റിംഗ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ലൈറേജിലേക്ക്, എന്നിട്ട് ഇവിടെ ഒരു സൈഡായിട്ട് എന്ത് വരും? ഐസൊലേഷൻ വരും. ഇങ്ങോട്ടേക്കാണ് സ്ലോട്ടറിങ്ങിന് പോകുന്നത്, ഇങ്ങോട്ടേക്കാണ് ഐസൊലേഷനിൽ വരുന്നുള്ളത്. അതായത് നമ്മൾ ഈ റെസ്റ്റിങ്ങിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ആനിമൽസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സിക്കായിട്ടോ കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റും.
ഓക്കെ, മറ്റുള്ള ആനിമൽസിനും കൂടി അത് സ്പ്രെഡ് ആവേണ്ട എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ആനിമൽസിനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റും. അതാണ് ഐസൊലേഷൻ്റെ കേസിൽ വരുന്നത്. ഈ ഐസൊലേഷൻ കഴിഞ്ഞ് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഐസൊലേറ്റ് ചെയ്യാത്ത ആനിമൽസൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കും കേട്ടോ. ഇവരെന്നിട്ട് എങ്ങോട്ടേക്ക് പോകും, സ്റ്റണ്ണിങ് ഏരിയയിലോട്ട് പോകും. ഇതാണ് സ്റ്റണ്ണിങ് ഏരിയ. അതായത് നമ്മുടെ ആനിമൽസിനെ ശ്രദ്ധിക്കണേ, ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റണ്ണിങ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ, നമ്മുടെ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അവരെ അൺകോൺഷ്യസ് ആക്കും. ഓക്കെ, നമ്മളതിനെ കൊല്ലാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ അവർ അൺകോൺഷ്യസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നുള്ളത്, സ്ലോട്ടറിങ് ചെയ്യാൻ പോകുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആനിമൽസിനെ ഈ സ്റ്റണ്ണിങ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഓരോ ആനിമലിനെ എടുത്തിട്ട് എന്താണ് സ്റ്റണ്ണിങ് ചെയ്യും. ഇവിടെ ഈ സ്റ്റണ്ണിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്, മെക്കാനിക്കൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെത്തേഡ് ഉണ്ട്. ഇലക്ട്രിക്കൽ മെത്തേഡ് ഉണ്ട്. അപ്പം നമ്മൾ ഏത് ടൈപ്പ് ആണോ ചെയ്യുന്നുള്ളത് അതിനനുസരിച്ച് ഈ സ്റ്റണ്ണിങ് ഏരിയയിൽ എന്താണ് ആ റൂമിലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. ഓക്കെ, ഫിസിക്കൽ മെത്തേഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ റൂമിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും ആ റൂമിനകത്ത് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ സ്റ്റണ്ണിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആനിമൽസിനെ നമ്മൾ അൺകോൺഷ്യസ് ആക്കാൻ പോവാണ്. പിന്നെ അത് ഏത് കേസായാലും എന്താണ്, ഈ ഫ്ലോർ എന്ന് പറയുന്നത് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. പിന്നെ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു സ്ഥലം കൂടി ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ റിസപ്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലൈറേജ് അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റിംഗ് പെന്നിൽ ഹോൾഡിംഗ് പെന്ന്, ലൈറേജ് അല്ലെങ്കിൽ ഹോൾഡിംഗ് പെന്നിലോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്, ഐസൊലേഷനാണ് ചെയ്തത്. ഐസൊലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, റെസ്റ്റ് എടുക്കുന്ന ആ ആനിമൽസിനകത്ത്, അതായത് നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ കളക്ട് ചെയ്തതിനകത്ത് ഏതെങ്കിലും ആനിമൽസിന് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, സിക്കായിട്ടുള്ള ആനിമൽസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നമ്മളതിനെ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസ് എങ്ങോട്ടാണ് പോവുക, സ്റ്റണ്ണിങ് ഏരിയയിലോട്ടാണ് പോവുക. സ്റ്റണ്ണിങ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അൺകോൺഷ്യസ് ആക്കാൻ പോവാണ്. നമ്മുടെ ആനിമൽസിനെ അൺകോൺഷ്യസ് ആക്കിയിട്ടാണ് സ്ലോട്ടറിങ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ സ്ലോട്ടറിങ് എന്താണ് സ്റ്റണ്ണിങ് ഏരിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ മെത്തേഡ് ഉണ്ട് അൺകോൺഷ്യസ് ആക്കാൻ? ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. അപ്പോൾ ഏത് പ്രാക്ടീസാണോ, ഏത് മെത്തേഡാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് അതിനനുസരിച്ച് ആ റൂം ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാവും. പിന്നെ എന്താ പറഞ്ഞത്, ഫ്ലോർ എപ്പോഴും ഡ്രൈ ആയിരിക്കണം എന്നുകൂടി പറഞ്ഞു. അപ്പോൾ സ്റ്റണ്ണിങ് ഏരിയ കഴിഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മളതിനെ എന്ത് ചെയ്തു, അൺകോൺഷ്യസ് ആക്കി. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, സ്ലോട്ടറിങ് ആണ്. അപ്പോൾ സ്ലോട്ടറിങ് ഹാളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്ലോട്ടറിങ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ലോട്ടർ ഹാൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ സ്ലോട്ടറിങ് ചെയ്യും അല്ലേ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സ്റ്റണ്ണിങ് എന്നൊന്നും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ പേരിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അൺകോൺഷ്യസ് ആയിരിക്കും അത് പഠിക്കണം എന്ന് പറഞ്ഞത്. അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് സ്റ്റണ്ണിങ് ഏരിയ. സ്ലോട്ടറിങ് ഹാളിനകത്താണെങ്കിലോ സ്ലോട്ടറിങ് ആണ് ഇവിടെ ചെയ്യുന്നുള്ളത്. സ്റ്റണ്ണിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സ്ലോട്ടറിങ് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, നല്ല ലൈറ്റും വെന്റിലേഷനൊക്കെ വേണം. ഈ സ്ലോട്ടറിങ് ചെയ്യുന്നതിനടുത്ത് എന്ത് വേണം, ലൈറ്റും വേണം, അതുപോലെ തന്നെ വെന്റിലേഷനും ആവശ്യമാണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ആനിമൽസിനാണെങ്കിൽ ചെറിയ ഏരിയ മതി. എന്നാലും നല്ല ആവശ്യത്തിന് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയ വേണം. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ സ്പീഷീസ് ആണ്. നമ്മൾ ഏത് സ്പീഷീസിനെയാണോ സ്ലോട്ടറിങ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഏരിയ നമ്മളവിടെ സൈസ് വേണം. ഓക്കെ, സൈസ് അതായത് നമ്മുടെ സ്ലോട്ടർ ഹാള് സൈസ് ബിഗ് ആവണോ അതോ ഒരു ഇത്രയും മതിയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഷീസ് ആണ്. ഏത് സ്പീഷീസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ സഫീഷ്യൻറ്റ് സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേഷനൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഫീഷ്യൻറ്റ് സ്പേസ് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓരോ സ്പീഷീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ്, പിഗ് സ്ലോട്ടർ ഹാളിനെ കുറിച്ച് പറയാൻ. ഈ സ്ലോട്ടർ ഹാളിന് തന്നെ ഒരുപാട് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റണ്ണിങ് പറഞ്ഞില്ലേ, അതെന്താണ്, അൺകോൺഷ്യസ് ആണ്. പിന്നെ ബ്ലീഡിങ് സെക്ഷൻ ഉണ്ട്, സ്കിന്നിങ് സെക്ഷൻ ഉണ്ട്, ഡ്രസ്സിങ് സെക്ഷൻ ഉണ്ട്, എവിസറേഷൻ സെക്ഷൻ ഉണ്ട്, പോസ്റ്റ്മോർട്ടം സെക്ഷൻ ഉണ്ട്. നമ്മൾ ഓരോന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് പിഗിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ പിഗിന് നമുക്കറിയാം എന്താണ്, അതിൻ്റെ സ്കിന്നിനകത്ത് ഒരുപാട് ഹെയർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ്, സ്കാൽഡിങ് ചെയ്യണം. അതായത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ആ ഹെയറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. അത് നമുക്കൊരു ഒരു പ്രോസസ്സാണ് ഏതിൻ്റെ, പിഗിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിസറേഷൻ ഇവിടെ ചെയ്യുന്നുണ്ട് പിഗിൻ്റെ കേസിൽ. എവിസറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള വിസറൽ ഓർഗൻസിനൊക്കെ റിമൂവ് ചെയ്യുക. എവിസറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ പിഗിൻ്റെ സ്കിന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊക്കെ ഹെയർ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചില സ്ഥലത്ത് എന്താണ്, ഡീഹെയറിങ് പ്ലാന്റ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളിതിനെ ഹെയർ റിമൂവ് ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ഒരു സ്കാൽഡിങ് ടാങ്ക് ഉണ്ടാവും. എന്താണ്,
സ്കാൽഡിങ് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അതിനകത്ത് എന്താണ് വാട്ടർ ഉണ്ടാവും. അതൊരു 60 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ നമ്മളൊരു 60 ഡിഗ്രി സെൽഷ്യസ് ടു 61 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 5 to 6 മിനിറ്റ്സ് നമ്മൾ പിക്കിനെ കീപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമുക്കതിൻ്റെ ഹെയർ ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അതാണ് പിഗ് സ്ലോട്ടർ ഹാളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. മറ്റേ ആനിമൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് എന്താണ് സ്കിന്നിനകത്ത് ഹെയർസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവരെടുത്ത് പറയേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റണ്ണിങ് ഏരിയ, സ്ലോട്ടർ ഹാള്. ഇനിയാണ് ബ്ലീഡിങ് ഏരിയ. എന്താണ് ബ്ലീഡിങ് ഏരിയ? അപ്പോൾ നമ്മൾ സ്ലോട്ടറിങ് ചെയ്ത് കഴിഞ്ഞു, അൺകോൺഷ്യസ് ആക്കിയതിന് ശേഷമാണ് സ്ലോട്ടറിങ് ചെയ്തത്. ഇനി ബ്ലീഡിങ്ങിനോട്ട് വരുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1.5 മീറ്റർ വൈഡ്, സൈഡ് വാൾസ് ഓഫ് ദ സെയിം ഹൈറ്റ്. ഇത്രയും വൈഡും അതുപോലെ തന്നെ സൈഡ് വാൾസും എത്രയായിരിക്കണം? 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ ഈ ബ്ലീഡിങ് ചെയ്യാൻ പോകുന്നുള്ളത്. ബ്ലീഡിങ് ത്രൂ മസ്റ്റ് ഹാവ് സ്മൂത്ത് ഇംപെർവിയസ് സർഫസ് മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ സ്ലോട്ടറിങ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്ലഡും അതുപോലെ തന്നെ വാട്ടറും നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ ബ്ലഡിന് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേയും വാട്ടറിന് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേയും അവിടെ ഉണ്ടായിരിക്കണം, വഴിയുണ്ടായിരിക്കണം. ഈ ബ്ലഡ് പോകുന്നത് ഏതിലൂടെ ആയിരിക്കണം? ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കണം അവിടുത്തെ സർഫസിൽ ഉണ്ടാവേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ സ്റ്റെയിനൊക്കെ വരില്ലേ, അവിടെയൊക്കെ പറ്റി പിടിക്കൂലേ? അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിനെ കഴുകി കളയാനൊക്കെ സാധിക്കും. അപ്പോൾ ബ്ലീഡിങ് നടക്കുന്ന സ്ഥലത്ത് എന്ത് വേണം? ഒരു സർഫസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കണം. പിന്നെ എന്താ പറഞ്ഞത്, വാട്ടറിന് പോകാനൊരു ഏരിയ വേണം, അതുപോലെ തന്നെ ബ്ലഡിന് പോകാനും വേണ്ടിയിട്ട് ഒരു ഏരിയ വേണ്ടതാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള നൈഫ് എന്ന് പറയുന്നത് ഏത് ആനിമൽസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ നൈഫ് ഉണ്ടാവുക. പിന്നെ ഈ നൈഫിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, അല്ലെ? സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള നൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്ലീഡിങ്ങിൻ്റെ കേസിൽ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കറിയാം നമ്മൾ ബ്ലഡ് കുറച്ച് സമയം കഴിഞ്ഞാൽ എന്തോ അത് ക്ലോട്ട് ചെയ്ത് പോകും, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആൻറ്റിക്കൊയാഗുലൻ്റ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് എന്താണ് ക്ലോട്ട് ചെയ്യാണ്ട് അതിങ്ങനെ ഫ്ലോ ചെയ്ത് പോകും, ഇല്ലെങ്കിൽ അവിടെയൊക്കെ കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ബ്ലീഡിങ്ങിന് ഈ സമയത്ത് എന്ത് ആഡ് ചെയ്യും? ആൻറ്റിക്കൊയാഗുലൻ്റ് ആഡ് ചെയ്യും. അത് മെയിനായിട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം സിട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം ഫോസ്ഫേറ്റ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. സോഡിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റ് ആണ് ഇവിടെ നമ്മൾ ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്? ഈ ആൻറ്റിക്കൊയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ കാറ്റിൽസ്, പിഗിനാണെങ്കിൽ വേറെ തരം നൈഫായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ കാറ്റിൽസിനാണെങ്കിൽ വേറെ തരം നൈഫായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഒന്ന് സ്ലോട്ടർ ഹാൾ എന്ന് വെച്ചിട്ട് എന്തായിരുന്നു പറഞ്ഞത്? സ്ലോട്ടർ ഹാൾ എന്ന് പറയുന്നത് ബിഗ് ഉണ്ടാവാറുണ്ട്, സ്മോൾ ഉണ്ടാവാറുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ഏത് സ്പീഷീസിനെയാണ് നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ സ്ലോട്ടർ ഹാളിൽ മെയിനായിട്ട് എന്താണ്? സ്ലോട്ടറിങ് ആണ് ചെയ്യുക. അവിടെ നല്ല ലൈറ്റും വെന്റിലേഷനും വേണം. ഡിപ്പെൻസ് ഓൺ സ്പീഷീസ്, അതിൻ്റെ സൈസ് മാറാറുണ്ട്. പിന്നെ സഫീഷ്യൻറ്റ് സ്പേസ് ഇല്ലെങ്കിൽ അവിടെ എന്താണ്? കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സഫീഷ്യൻറ്റ് സ്പേസ് എപ്പോഴും നമ്മൾ കൊടുക്കണം. പിന്നെ പിഗിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതൊരു ഡേർട്ടി പ്രോസസ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം അതിൻ്റെ കേസിൽ സ്കിന്നൊക്കെ ഉണ്ട്, അതിന് ഒരുപാട് ഹെയർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡീഹെയറിങ് പ്ലാന്റ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ എവിസറേഷൻ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ, അതായത് വിസറൽ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ പുറത്തെടുക്കുന്നതിനാണ് നമ്മൾ എവിസറേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്കാൽഡിങ് ടാങ്ക് യൂസ് ചെയ്യാറുണ്ട്. ചില കേസസിൽ ഡീഹെയറിങ് പ്ലാന്റ് ഉണ്ടാവും, ചില കേസസിൽ ഡീഹെയറിങ് പ്ലാന്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ നമ്മൾ സ്കാൽഡിങ് ടാങ്കാണ് നമ്മൾ കൊടുക്കുക, യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി സെൽഷ്യസ് ടു 61 ആണ്. ടൈം എത്രയാണ്? 5 to 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ സ്ലോട്ടറിങ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങോട്ടേക്കാണ് പോവുക? ബ്ലീഡിങ് ഏരിയയിലേക്കാണ് പോവുക. ബ്ലീഡിങ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, സ്ലോട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെറിയൊരു മുറിവ് വന്നാൽ എന്താ സംഭവിക്കുക? ഒരുപാട് ബ്ലഡ് പോകും, അല്ലേ? അപ്പോൾ അവിടെ ബ്ലീഡിങ് ഏരിയയിനകത്ത് എന്താണ്? ഒരുപാട് ബ്ലഡാണ് പോകുന്നുള്ളത്. അങ്ങനെ ആ ബ്ലഡ് പോകുമ്പോൾ അവിടെ എന്താണ്? അത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ വിഡ്ത്തും അതുപോലെ തന്നെ 1.5 മീറ്റർ സൈഡ് ഉള്ള ഒരു വാളുമാണ് ഇതിനകത്തുള്ളത്, നമ്മുടെ ഈ ബ്ലീഡിങ് ഏരിയനകത്ത് ഉള്ളത്. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വാട്ടറിന് പോകാനൊരു പൈപ്പും അത് ഒരു ഏരിയയും, വാട്ടർ ഒഴുകിപ്പോകാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഒഴുകിപ്പോകാൻ വേറൊരു സ്ഥലമാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള വേ ആണ് രണ്ടിനും ഉള്ളത്. പിന്നെ എന്താണ് പറഞ്ഞത്? ആൻറ്റിക്കൊയാഗുലൻസ് ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ എന്തായാലും ബ്ലഡ് നമ്മുടെ ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് അവിടെ നിൽക്കും, അത് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്ത് പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഡിയം സിട്രേറ്റോ അല്ലെങ്കിൽ സോഡിയം ഫോസ്ഫേറ്റോ ആണ് യൂസ് ചെയ്യുക. പിന്നെ പറഞ്ഞ എന്തായിരുന്നു? നൈഫ് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലേ? നമുക്ക് വലിയ കാറ്റിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വേറെ തരം നൈഫ് എടുക്കണം, അല്ല ഇനി ചെറിയ ആനിമൽസ് ഒക്കെ ആണെങ്കിൽ അതിന് വേറെ തരം നൈഫ് എടുക്കണം. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ സ്പീഷീസ്. ഈ നൈഫിൻ്റെയും മാറും, സൈസും കാര്യങ്ങളൊക്കെ മാറും, ഏത് ടൈപ്പ് നൈഫാണെന്ന് മാറും. പിന്നെ പറയാനുള്ളത്, ആ നൈഫ് എപ്പോഴും
സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മെത്തേഡ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ ബ്ലീഡിങ് പറയുമ്പോൾ പറയുന്നതാണ് സ്റ്റിക്കിങ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സാങ്കുനേഷൻ. സ്പെല്ലിംഗ് മാറിയിട്ടില്ലല്ലോ, എക്സ് കേട്ടോ, ദിസ് ഈസ് എക്സാങ്കുനേഷൻ. ഓക്കെ, AN എക്സാങ്കുനേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആനിമൽസിൻ്റെ തൊറാസിക് ക്യാവിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നൈഫ് ഇൻസേർട്ട് ചെയ്യും. എന്താണ്, തൊറാസിക് ക്യാവിറ്റിയിലേക്ക് നമ്മൾ നൈഫ് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ തൊറാസിക് ക്യാവിറ്റിയിലേക്ക് നൈഫ് ഇൻസേർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, അവിടെ കരോട്ടിഡ് ആർട്ടറി അതുപോലെ തന്നെ ജുഗുലാർ വെയിൻ ഉണ്ട്. എന്തുണ്ട്, കരോട്ടിഡ് ആർട്ടറിയും അതുപോലെ തന്നെ ജുഗുലാർ വെയിനും ഉണ്ട്. അവർ ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെ ഡാമേജ് ആയാൽ നമുക്ക് മാക്സിമം ബ്ലഡ് എങ്ങനെയാണ്, ഇതുവഴി നമുക്ക് അതിൻ്റെ മാക്സിമം ബ്ലഡ് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ബ്ലഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എക്സാങ്കുനേഷൻ, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ സ്റ്റിക്കിങ്. അപ്പോൾ പേരിൽ നിന്ന് മനസ്സിലാക്കുക, സ്റ്റിക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ പ്രോസസ്സാണെന്ന് തോന്നില്ല. അപ്പോൾ സ്റ്റിക്കിംഗ് അല്ലെങ്കിൽ എക്സാങ്കുനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ആനിമലിനെയാണോ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്ന ആനിമലിൻ്റെ തൊറാസിക് ക്യാവിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നൈഫ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നൈഫ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ അതിൻ്റെ കരോട്ടിഡ് ആർട്ടറിയും അതുപോലെ തന്നെ ജുഗുലാർ വെയിനും ഡാമേജ് ആവും. അങ്ങനെ അത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ബ്ലഡ് നമുക്കവിടെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് സ്റ്റിക്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇത്രയായല്ലോ. അപ്പോൾ സ്ലോട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആനിമൽ എന്തായിട്ട് മാറി, കർക്കാസ് ആയിട്ട് മാറി അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ആനിമൽ എന്ന് പറയാൻ പറ്റുമോ, ഇല്ല, അതിനൊരു കർക്കാസ് എന്നാണ് നമ്മൾ പറയാം അല്ലേ. അത് ഡെഡ് ബോഡി ആയിരിക്കും, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, കർക്കാസ് എന്ന് പറയുക. ഇനി വരുന്നതാണ് കർക്കാസ് ഡ്രസ്സിങ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്, ആ സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സൊക്കെ കുറച്ച് എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ പ്രോസസ്സും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ്. ആദ്യം എവിടെയായിരുന്നു, റിസപ്ഷനിലായിരുന്നു, പിന്നെ ലയറേജിൽ പോയി, ലയറേജിൽ നിന്ന് തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അങ്ങനെയും പോയിരുന്നു. പിന്നെ ലയറേജിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റണ്ണിങ് ചെയ്തു അല്ലേ. സ്റ്റണ്ണിങ് എന്ന് വെച്ചാൽ എന്താണ്, അൺകോൺഷ്യസ് ആക്കി. സ്റ്റണ്ണിങ്ങിന് ശേഷം ഇതെങ്ങോട്ടാണ് വന്ന്, സ്ലോട്ടറിങ്ങിലോട്ട് വന്നു. സ്ലോട്ടറിങ്ങിൻ്റെ കേസിൽ തന്നെ നമ്മൾ ബ്ലീഡിങ് പറഞ്ഞു, അവിടെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, സ്റ്റിക്കിങ് അല്ലെങ്കിൽ എക്സാങ്കുനേഷൻ കൂടി പറഞ്ഞു. ഇനി അടുത്തത് കാർക്കാസായി, നമ്മുടെ ആനിമൽ എന്തായിട്ട് മാറി, ഡെഡ് ബോഡി ആയിട്ട് മാറി. കാർക്കാസ് ഡ്രസ്സിങ് ആണ് നമ്മളിവിടെ പറയാൻ വരുന്നുള്ളത്. ഇതൊരിക്കലും നമ്മൾ എവിടുന്ന് ചെയ്യാൻ പാടില്ല, ഫ്ലോറിൽ നിന്ന് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് എന്ത് വേണം, ഹാൻഡ് വാഷ് ബേസിൻസ് അതുപോലെ തന്നെ സ്റ്റെറിലൈസേഴ്സ്, ഇതൊക്കെയാണ് കാർക്കാസ് ഡ്രസ്സിങ്ങിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സ്കിൻ റിമൂവൽ, ആനിമൽസിൻ്റെയൊക്കെ സ്കിൻ റിമൂവൽ, അതുപോലെ തന്നെ ഹൈഡ് റിമൂവൽസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ എവിസറേഷൻ എന്ന് പറഞ്ഞില്ലേ, അതായത് ഇതിൻ്റെ വിസറൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, എവിസറേഷൻ. പിന്നെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും, പിന്നെ ട്രിം ചെയ്യും. ഇതൊക്കെയാണ് ഇതിനകത്ത് പെടുന്നുള്ളത്, നമ്മുടെ ഈ കാർക്കാസ് ഡ്രസ്സിങ്ങിൻ്റെ ഉള്ളിൽ പെടുന്നുള്ളത്. അപ്പോൾ കാർക്കാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്ലോട്ടറിങ് കഴിഞ്ഞാൽ അത് കാർക്കാസാണ്. അപ്പോൾ ഈ പ്രോസസ്സൊന്നും നമ്മൾ ഒരിക്കലും ഫ്ലോറിൽ ചെയ്യാൻ പാടില്ല. പിന്നെ സ്കിൻ റിമൂവൽ, ഹൈഡ് റിമൂവൽ, എവിസറേഷൻ, സ്പ്ലിറ്റിങ്, ട്രിമ്മിങ് എക്സെട്ര, ഇതൊക്കെയാണ് നമ്മുടെ കാർക്കാസ് ഡ്രസ്സിങ്ങിനകത്ത് വരുന്നുള്ളത്. പിന്നെ നമ്മൾ പിഗ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡീഹെയറിങ് ചെയ്യണം, അതുപോലെ തന്നെ സ്കാൽഡിങ് ചെയ്യണം. അത് പിഗിൻ്റെ കേസിലാണ്. ബാക്കിയുള്ള ആനിമൽസിനൊക്കെ ഇതൊക്കെ കോമൺ ആണ്. ഓക്കെ ആണല്ലോ. ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലൈൻ നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ലേ ഔട്ടിനെ കുറിച്ചല്ലേ പറയുന്നത്, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ കാർക്കാസ് ഡ്രസ്സിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡീറ്റെയിൻഡ് മീറ്റ് റൂം എന്ന് പറയും. എന്താണ്, ഡീറ്റെയിൻഡ് മീറ്റ് റൂമിലോട്ടാണ് പിന്നെ പോവുക. കാർക്കാസ് ഡ്രസ്സിങ് കഴിഞ്ഞാൽ ഡീറ്റെയിൻഡ് മീറ്റ് റൂമിലോട്ടാണ് പോവുക. ഡീറ്റെയിൻഡ് മീറ്റ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മീറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്യും, പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ആ മീറ്റിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൻഡ് മീറ്റ് റൂമിലോട്ട് നമ്മൾ ആ ഓർഗാനിസ് എല്ലാ കാർക്കാസിനെ നമ്മൾ മാറ്റുന്നുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ ഈ ഡീറ്റെയിൻഡ് മീറ്റ് റൂമിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റും, റെഫ്രിജറേഷൻ അതായത് ചിൽ റൂമിലേക്ക് മാറ്റും, അല്ലെങ്കിൽ എന്തിലോട്ട് മാറ്റും, കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് മാറ്റും. അപ്പോൾ എന്താണ്, കാർക്കാസ് ഡ്രസ്സിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് സ്പ്ലിറ്റിങ്ങും എല്ലാ പ്രോസസ്സുമാണ് ഈ കാർക്കാസ് ഡ്രസ്സിങ്ങിനകത്ത് വരും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങോട്ടേക്ക് വിടും, ഡീറ്റെയിൻഡ് മീറ്റ് റൂമിലോട്ട് വിടും. ഈ ഡീറ്റെയിൻഡ് മീറ്റ് റൂം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫർദർ അതിൻ്റെ ഡീറ്റെയിൽഡ് എന്താണ് മീറ്റിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടുന്ന് നല്ല മീറ്റ് ആണെങ്കിൽ നമ്മൾ ചില്ലറിങ് റൂമിലോട്ട് കൊണ്ടുപോകും. അല്ല എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, കണ്ടംഡ് മീറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, കണ്ടംഡ് മീറ്റ് റൂമിലോട്ട്
കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഗുഡ് ആണെങ്കിൽ ചില്ലിംഗ് റൂമിലോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് വിടും? കണ്ടംഡ് മീറ്റ് റൂമിലേക്ക് പോവും. ഓക്കെ, ഈ ഡീറ്റെയിൻഡ് മീറ്റ് റൂം എപ്പോഴും എവിടെ ആയിരിക്കണം? നമ്മുടെ സ്ലോട്ടറിംഗ് ഹാളിന് അടുത്തായിട്ടായിരിക്കണം നമ്മുടെ മീറ്റ് റൂം, ഡീറ്റെയിൻഡ് മീറ്റ് റൂം സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ, അവിടുന്ന് ചെയ്ത പാടെ തന്നെ നമ്മൾ ആ മീറ്റിനെ എക്സാമിൻ ചെയ്യും. ആ മീറ്റിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത മീറ്റ്, ആവശ്യമില്ലാന്നല്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്ന മീറ്റ് ആണെങ്കിൽ അല്ലേ, അതിലൂടെയൊക്കെ ഒരുപാട് ഡിസീസും കാര്യങ്ങളൊക്കെ വരില്ലേ, സ്പ്രെഡ് ആവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ എന്താണ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായിട്ട് അവരെന്ത് ചെയ്യും? അതിനെ ഞാൻ ഏതാ പറഞ്ഞത്? കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് നമ്മളതിനെ മാറ്റും. അപ്പോൾ ഒരുപാട് റൂം മേടിച്ചു അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞത് കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് നമ്മളതിനെ മാറ്റും. കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് നമ്മളതിനെ മാറ്റും. ഇനി വെറ്ററിനറി ലബോറട്ടറി ആണ്. എന്താണ് വെറ്ററിനറി ലബോറട്ടറി? ഈ വെറ്ററിനറി ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അത് നമ്മുടെ ഈ ഡീറ്റെയിൻഡ് റൂമിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഏതാണ് ഞാൻ പറഞ്ഞത്? വെറ്ററിനറി ലബോറട്ടറി. ഈ വെറ്ററിനറി ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അതുപോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് ഈ പറഞ്ഞിരിക്കുന്ന വെറ്ററിനറി ലാബിലാണ്. മൈക്രോബയോളജിക്കൽ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും മൈക്രോബ്സിൻ്റെ ഒക്കെ കൾച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താ പറഞ്ഞാൽ വെറ്ററിനറി ലബോറട്ടറി എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ഷൻ ഫെസിലിറ്റീസും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഈ വെറ്ററിനറി ലാബിലാണ്. മൈക്രോബയോളജിക്കൽ ഫെസിലിറ്റീസ് കൂടി ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ എന്താ പറഞ്ഞാൽ കണ്ടംഡ് മീറ്റ് റൂമും അതുപോലെ തന്നെ ഡീറ്റെയിൻഡ് മീറ്റ് റൂം എന്ന് പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൻഡ് മീറ്റ് റൂം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ചെക്കിങ് ആവശ്യമായിരുന്നു. ഇനി കണ്ടംഡ് മീറ്റ് റൂം എന്ന് പറയുമ്പോൾ അതും സ്ലോട്ടർ കണ്ടംഡ് കേട്ടോ, കണ്ടംഡ് മീറ്റ് റൂം അത് നമ്മുടെ സ്ലോട്ടർ ഹാളിന് അടുത്തായിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മുടെ മീറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ കൺസംഷന് ഫിറ്റ് ആയിരിക്കില്ല, അൺഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഡിസ്കാർഡ് ചെയ്യാനാണ് പോകുന്നുള്ളത്. ഓക്കെ, പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു റൂമുണ്ട്. വേറൊരു റൂം എന്ന് പറയുമ്പോൾ ഗട്ട് ആൻഡ് ട്രൈപ്പ് റൂം എന്ന് പറയും. എന്ത് പറയും? ഗട്ട് ആൻഡ് ട്രൈപ്പ് റൂം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനൊക്കെ എംപ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു റൂമാണ്. നമ്മുടെ ആനിമൽസിൻ്റെ സ്ലോട്ടറിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റൊമക്കെന്നും ഇൻറ്റസ്റ്റൈനിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം, എംപ്റ്റി ചെയ്യണം. അങ്ങനെ എംപ്റ്റി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഒരു റൂമാണ് ഗട്ട് ആൻഡ് ട്രൈപ്പ് റൂം എന്ന് പറയുന്നത്. ഇവിടെ ക്ലീനിങ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, കോൾഡ് റൂം ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് വെക്കുന്നുള്ള ഒരു റൂമായിരിക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ക്വാളിറ്റി കൺട്രോൾ റൂം ഉണ്ടാവാറുണ്ട് കേട്ടോ. ലബോറട്ടറി റൂം പോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ റൂം കൂടി ഉണ്ടാവാറുണ്ട്. ഇവിടെ പലതരം ലാബ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ആനിമൽസിനെ നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും ഇതെടുക്കണോ വേണ്ടയോ, നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ക്വാളിറ്റി കൺട്രോൾ റൂമിലൂടെയാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മുടെ വിസറയില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻറ്റേർണൽ വിസറൽ ഓർഗൻസ് ഒക്കെ പുറത്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ എവിസറേഷൻ എന്ന് പറഞ്ഞത്. അതൊക്കെ ചെയ്യുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി കൺട്രോൾ റൂമിലാണ്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. അതായത് ഡീറ്റെയിൻഡ് റൂം, കണ്ടംഡ് റൂം, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ റൂം ഉണ്ടാവാറുണ്ട്, ലാബ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് ഗട്ട് ആൻഡ് ട്രൈപ്പ് റൂം, ഇതൊക്കെ ഒരുമിച്ച് വരുന്ന സാധനമാണ്. പിന്നെ കോൾഡ് സ്റ്റോറേജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ചില്ലിങ് ടെമ്പറേച്ചർ ആയിരിക്കണം അല്ലേ. കോൾഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ചില്ലിങ് ആണ്, അതായത് എപ്പോഴും ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബിലോ 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കോൾഡ് ടെമ്പറേച്ചറിനകത്ത് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു കോൾഡ് റൂം ആയിരിക്കണം നമുക്ക് ആവശ്യമായിട്ട് വരിക. പിന്നെ കട്ടിങ് ആൻഡ് ഡീബോണിങ് വരും കേട്ടോ. എന്തുവരും? കട്ടിങ് ആൻഡ് ഡീബോണിങ് ഉണ്ട്. അതായത് നമ്മുടെ ആനിമൽസിനെ നമ്മൾ എന്താണ് കട്ട് ചെയ്തിട്ട് ഡീബോൺ ചെയ്യും. ഡീബോൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്തുള്ള ബോൺസൊക്കെ റിമൂവ് ചെയ്യുക. അതായത് ഈ ചില്ലിങ്ങിന് ശേഷമാണ്, കോൾഡ് സ്റ്റോറേജിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങും അതുപോലെ തന്നെ ചില്ലിങ്ങും ചെയ്യാൻ പോകുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ എഡിബിൾ എന്തായിരുന്നു അതിൻ്റെ പേര്? ഒരു കട്ടിങ്ങും ഡിമോണിങ്ങും പറഞ്ഞില്ലേ, അതിനുശേഷം നമുക്കൊരു എഡിബിൾ ഒഫാൽ റൂം ഉണ്ട്. എന്താണ് എഡിബിൾ ഒഫാൽ റൂം? OFFAL ആണ്. OFFAL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനിമൽസിനകത്തുള്ള എല്ലാ ഓർഗൻസിനെയാണ് നമ്മൾ ഒഫാൽ എന്ന് പറയാം. എന്താണ്? എല്ലാ ഓർഗൻസിനെയും ചേർത്തിട്ടാണ് നമ്മൾ ഒഫാൽ എന്ന് പറയാം. അപ്പോൾ എഡിബിളായിട്ടുള്ള ഒഫാൽ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ലിവറൊക്കെ നമ്മൾ കഴിക്കാറില്ലേ ചില ആനിമൽസിൻ്റെ, ആ ലിവറൊക്കെ നമ്മൾ കിഡ്നി, ഹാർട്ട് ഏതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നുള്ളത് അതിനൊക്കെ നമ്മൾ ട്രിം ചെയ്തിട്ട് എന്താണ് ഓരോ സെപ്പറേറ്റ് ഫ്രീസിങ് റൂമിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ എഡിബിൾ ഒഫാൽ റൂം ഉണ്ട്. അവിടെ വെച്ചിട്ട് എന്താ ചെയ്യുക? കട്ടിങ്ങും ഡീബോണിങ്ങിന് ശേഷം നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണോ ഓർഗൻസ് ഉള്ളത് അതിനെ നമ്മൾ ചില്ലിങ്ങിന് വേണ്ടി മാറ്റി വെക്കും. അതിനുശേഷം ഒരു ഹൈഡ് ആൻഡ്
സ്കിൻ റൂം ഉണ്ട്. അതായത് ചില ആനിമൽസിൻ്റെ സ്കിന്നൊക്കെ നമ്മൾ അതായത് കൺസംഷനല്ല, മറ്റുള്ള പലതരം യൂസസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി അത് ഇവർ കൊടുക്കും. അപ്പോൾ അതിനെ നമ്മൾ സ്കിന്നിനെയും ഹൈഡിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ വരുന്നതാണ് പാക്കേജിങ്ങും ഡിസ്പാച്ചും. ഈ പാക്കേജിങ്ങും ഡിസ്പാച്ചും എവിടെ വരണം? നമ്മുടെ കട്ടിങ് ആൻഡ് ഡീബോണിങ് റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പാക്കേജിങ്ങും ഡിസ്പാച്ച് റൂമും വരേണ്ടത്. ഓക്കെ. പിന്നെ എന്താണ്, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെസ്റ്റിൻ്റെ ഡിസ്റ്റർബൻസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അല്ലേ? നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചു. കണ്ടംപ്റ്റ് മീറ്റ് എന്താണ്, വെറ്ററിനറി ലാബ്, ക്വാളിറ്റി കൺട്രോൾ റൂം. പിന്നെ കണ്ടംപ്റ്റ് മീറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? കൺസംഷന് യൂസ്ഫുൾ അല്ലാത്ത മീറ്റിനെയാണ് നമ്മൾ കണ്ടംപ്റ്റ് മീറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഗട്ട് ആൻഡ് ഡ്രൈപ്പ് റൂം സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനെയും നമ്മൾ എംപ്റ്റി ചെയ്തതാണ്. പിന്നെ കോൾഡ് റൂം ഉണ്ട്, അത് ക്ലീൻ ആയിരിക്കണം. പിന്നെ വിസറൽ ഓർഗൻസിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഒഫാൽ എന്ന് പറയുന്നൊരു ടേം പഠിച്ചു. പിന്നെ എഡിബിൾ ഒഫാൽ റൂം ഉണ്ടായിരുന്നു, കോൾഡ് സ്റ്റോറേജ് ഉണ്ടായിരുന്നു, കട്ട് ആൻഡ് ഡീബോണിങ് റൂം ഉണ്ടായിരുന്നു, പിന്നെ പാക്കേജിങ് ആൻഡ് ഡിസ്പാച്ച് റൂം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? റിസപ്ഷനിൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. റിസപ്ഷനിൽ നേരെ എങ്ങോട്ടേക്കാണ് പോയത്? റിസപ്ഷനിൽ നേരെ ലയറേജിലേക്ക് പോയി. ലയറേജ് എന്ന് വെച്ചാൽ എന്താണ്? റെസ്റ്റിംഗ് ഏരിയ ആയിരുന്നു. ഈ റെസ്റ്റിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് സിക്കായ, ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ വെറ്ററിനറി ഇൻസ്പെക്ഷനൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഈ ലയറേജിൽ നിന്ന് നല്ല ആനിമൽസ് ആണെങ്കിൽ നമ്മളത് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? സ്ലോട്ടറിങ്ങിന് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റണ്ണിങ് ചെയ്യണം. സ്റ്റണ്ണിങ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്റ്റണ്ണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനിമൽസിനെ നമ്മൾ അൺകോൺഷ്യസ് ആക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റണ്ണിങ് എന്ന് പറയുക. ആ സ്റ്റണ്ണിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോയി? സ്ലോട്ടറിങ്ങിന് വേണ്ടി കൊണ്ടുപോയി അല്ലേ? സ്ലോട്ടറിങ്ങിന് വേണ്ടി കൊണ്ടുപോയി. അവിടെ നിന്ന് തന്നെ ബ്ലീഡിങ് റൂമിലേക്ക് വന്നു. പിന്നെ അവിടെ ഹാങ്ങിങ് ചെയ്തിട്ടൊക്കെയാണ് ചില സമയത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഹാങ്ങിങ് ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കായിരുന്നു നമ്മൾ പോയത്? നമ്മുടെ സ്റ്റണ്ണിങ് കഴിഞ്ഞു, ബ്ലീഡിങ് ഏരിയയിലേക്ക് പോയി. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം വരുന്നതിനെയാണ് കോൾഡ് സ്റ്റോറേജിലോട്ട് അല്ലേ? കോൾഡ് സ്റ്റോറേജ്. ഇവിടെ ഈ ഹാങ്ങിങ് ആൻഡ് ഇൻസ്പെക്ഷൻ്റെ കേസിൽ നമുക്ക് പലതും വന്നിട്ടുണ്ടായിരുന്നു. ലാബ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ റൂം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ കോൾഡ് സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡീബോണിങ്ങും കട്ടിങ്ങും അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡീബോണിങ്, കട്ടിങ്, അതുപോലെ തന്നെ എഡിബിൾ ഒഫാൽ റൂം, അങ്ങനെ പലതരം കോമ്പൗണ്ടായിട്ട് നമ്മൾ സ്കിൻ ആൻഡ് ഹൈഡ് സ്റ്റോർ റൂം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പാക്കേജിങ്ങും ഡിസ്പാച്ചിലോട്ടാണ് പോയത്. അപ്പോൾ എപ്പോഴും റിസപ്ഷൻ എല്ലാവർക്കും ഉണ്ടാവും, ലയറേജും എല്ലാവർക്കും ഉണ്ടാവും. ഈ സ്റ്റണ്ണിങ്ങും അതുപോലെ തന്നെ സ്ലോട്ടറിങ്ങും അതുപോലെ തന്നെ ബ്ലീഡിങ് ഏരിയ ഒക്കെ ഉണ്ടാവും. അതിനുശേഷം ഇൻസ്പെക്ഷൻ ചിലയിടത്ത് ക്വാളിറ്റി കൺട്രോൾ റൂം ആയിരിക്കും, ചിലയിടത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ അത് ചില വ്യത്യാസം വരും. പിന്നെ ആ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ നേരെ കോൾഡ് സ്റ്റോറേജിലോട്ടാണ് വരുന്നത്. അതിനുശേഷം ഏത് ടൈപ്പാണ് സ്പീഷീസ് എന്ന് വെച്ചിട്ട് എഡിബിൾ ഒഫാൽ റൂം ഉണ്ടാവും, സ്കിൻ ആൻഡ് ഹൈഡ് സ്റ്റോറിങ് റൂം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? പലതരം ഡീബോണിങ് ആൻഡ് കട്ടിങ് റൂം ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പാക്കേജിങ്ങിലോട്ടാണ് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലേ ഔട്ടിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പാക്കേജിങ് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? വേറൊരാൾക്കാണ് കൊടുക്കുന്നത് അല്ലേ? അത് അവിടുന്ന് അവരെന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടും ആണ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ അതാവും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സോ താങ്ക് യു, ബൈ.